ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇത് വളരെ ഭംഗിയുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചിൻ്റെ ഒരു സ്ലീവാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ അതേ ക്ലോത്തിൽ തന്നെ ഞാനിപ്പോൾ വേറൊരു ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷമാണ് 3.5 വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 17 ഇഞ്ച്. അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോയി കഴിഞ്ഞ് താഴ്ഭാഗത്തും സ്റ്റിച്ചിങ് സീം അലവൻസ് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 16 ഇഞ്ചിൻ്റെ ഒരു സ്ലീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തു. അപ്പോൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തും 2.5 ഇഞ്ച് ലെങ്തുമുള്ള ഒരു ക്യാൻവാസ് ഷീറ്റാണ്. അതിലൊരു 1 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ലെങ്ത്ത് 3.5 മാർക്ക് ചെയ്തിട്ട് ഒരു വി ഷേപ്പിലൊരു മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു മാർജിൻ കൊടുത്തതിന് ശേഷം ഈ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് എൻ്റെ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ 3 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ലീവിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്യാൻവാസ് ഷീറ്റ് ആ ക്ലോത്ത് ഇതിൻ്റെ നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നല്ല വശത്ത് അതിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഈ വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെൻറ്റർ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പിന്നപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ വി ഷേപ്പിലൊന്ന് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൽ കൊള്ളാതെ നമ്മുടെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വി ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന ആ പോർഷനിൽ നമ്മൾ അതിൻ്റെ കോർണർ വരുമ്പോൾ നീഡിലൊന്ന് കുത്തി നിർത്തിയതിന് ശേഷം വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കട്ടാവാണ്ട് വേണം ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ടെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം ഈ വി ഷേപ്പിലൊന്ന് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് മെഷീനിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ ജോയിൻ ചെയ്യാനെടുത്ത ആ പീസ് ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഇത് 3.5 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്താണ്. ഇത് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷമാണ് ഞാൻ 3.5 എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിവർത്തിയിടുമ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്താണ് ഇത് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ ക്ലോത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് തെറ്റിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ റോങ് സൈഡിൽ നിന്ന് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ട് അതിൻ്റെ എൻഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വി ഷേപ്പ് വരുമ്പോൾ അവിടെ കറക്റ്റ് പിടിച്ചിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഈ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് വേണം ഇത് തിരിച്ചിട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ഇത് തിരിച്ചിട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിലൊരു ലേസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലേസ് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിരുന്ന ആ പോർഷനിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്ത അവിടെ നിന്നും കുറച്ച് മുന്നിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ലേസിൻ്റെ മേളിലേക്ക് വെച്ച് കുറച്ച് ഭാഗം ലേസ് മുകൾ കാണത്തക്ക വിധത്തിൽ നമുക്കിതുപോലെ ഒന്ന് പിന്നപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നപ്പ് ചെയ്തതിന് ശേഷം ആ ലൈനിൽ കൂടി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലേസ് വയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം മാത്രം വെളിയിൽ കാണത്തക്ക വിധത്തിൽ വേണം ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ലേസ് അല്ലെങ്കിൽ നമുക്ക് പല പല ഡിസൈനിലുള്ള സമോസ ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിലേതെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ ഫാബ്രിക് ബട്ടണോ ഇപ്പോൾ ഈ സ്ലീവിൻ്റെ ഡിസൈനിൻ്റെ ഇവിടെയായിട്ട് ഒരു ഫാബ്രിക് ബട്ടണോ 2 ഫാബ്രിക് ബട്ടൺ വെച്ച് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫാബ്രിക് ബട്ടണാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണിത്. ഇതുപോലെ ഞാൻ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.